എനിക്ക് തോന്നുന്നത് അതുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളും നമുക്ക് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ഈ ചർച്ചകൾ കൊണ്ട് എന്തായാലും ആ വിഷയത്തിൽ അവിടെ നടക്കുന്ന ഇടപെടലുകളിൽ പ്രത്യേകിച്ച് ഒരു പ്രോഗ്രസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ അവിടെ ഇടപെടൽ നടത്തുന്ന ആളുകൾ എന്തെല്ലാം നമുക്ക് സാധ്യമായ വഴികളുണ്ടോ അത് നോക്കി ചെയ്യും. അതിൽ എന്തായാലും നിമിഷപ്രിയക്ക് മോചനത്തിനുള്ള ഒരു ദൈവവിധി ഉണ്ടെങ്കിൽ മറ്റൊന്നും തടസ്സമാവില്ല. പിന്നെ ഈ ചർച്ചകൾ ഇപ്പോൾ തുടങ്ങിയതല്ലല്ലോ. കാന്തൂർ എപ്പിക്കർ മുസ്ലിയാർ ഇടപെട്ടു എന്ന ന്യൂസ് വന്നപ്പോൾ മുതൽ ഇവരിത്തരം അവിടെ നിന്നുള്ള ആളുകൾ സഹോദരൻ്റെ പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ കുറേ പോസ്റ്റുകളൊക്കെ പ്രചരിപ്പിക്കുന്ന ചില പേരുകൾ, ഇപ്പോൾ റാവുത്തർ, ജാനെ, വേറെ എന്താണ്, ഒരു ഹുസൈൻ തെരുവത്ത്, പ്രതീഷ് വിശ്വനാഥ്, ഇത് അത് ഒരു സമനില തെറ്റിയ മാനസികാവസ്ഥയുടെ പേരുകളാണ്. അവർക്ക് തന്നെ അറിയാം അവർ ഇടപെടുന്നത് കൊണ്ട് പ്രത്യേകിച്ചിട്ടൊരു ഗുണമൊന്നും ഇതിലില്ല എന്നുള്ളത്. പിന്നെ അവർ ദൃശ്യത കിട്ടുക, ഏതെങ്കിലും നിലക്ക് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുക. അപ്പം ഇത്തരം പ്രചരണങ്ങളൊക്കെ നടത്തുമ്പോൾ ഇപ്പം ഇവർ ഈ വിധി വരുന്നതിൻ്റെ തലേ ദിവസം പറഞ്ഞതൊന്നും നടക്കൂല, ഇതാ നാളെ കൊല്ലും എന്ന് അവിടുന്ന് പ്രചരിക്കുന്നു, അവിടുന്ന് അവർ പറയുന്നു, ഇവിടുന്ന് പറയും. പിന്നെ എല്ലാ നാട്ടിലും ഇവരുണ്ടാകും. ജാനയമാർ നമ്മളെ നാട്ടിൽ മാത്രമൊന്നുമല്ല, ജാനയും റാവുത്തറൊക്കെ എല്ലാ രാജ്യത്തും എല്ലാ ദേശത്തും ഉണ്ടാകും. ഇപ്പോൾ ഈ വധശിക്ഷ നീട്ടി വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അതൊരു നെഗറ്റീവ്, അത് മറ്റൊരു രീതിയിൽ ഈ യമനിലെ അല്ലെങ്കിൽ അവിടെയുള്ള ഈ തലാലിൻ്റെ നാടായിട്ടുള്ള ദമറിൽ എത്തിക്കുന്നു എന്നുള്ളൊരു ആരോപണം കൂടിയുണ്ട്. അതായത് ഇവിടെ നിമിഷയുടെ വധശിക്ഷ നീട്ടിവെച്ചത് കേരളത്തിൽ വലിയ രീതിയിൽ ആഘോഷിക്കുകയാണ് തരത്തിലൊക്കെ. അപ്പോൾ അതിനൊക്കെ ഏത് തരത്തിലാണ് കാണുന്നത്? എല്ലാ നിലക്കുള്ള ചർച്ചകളും നമുക്ക് അവസാനിപ്പിക്കാം. ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആവശ്യപ്പെടുന്നത് അവകാശമല്ല. വളരെ ക്രൂരമായൊരു ക്രൈം നടന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ ക്രൈമിന് അവർ ഇന്ത്യയിലല്ലോ ജീവിക്കുന്നത്. അവരെ നാട്ടിൽ ഉള്ള ഒരു നിയമം അവർക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഇരയുടെ കുടുംബത്തിൻ്റെ സുഹൃത്തുക്കളുടെ ആഗ്രഹമാണ്, താല്പര്യമാണ്. അവർ നീണ്ട ഒരു പതിറ്റാണ്ടോളം കാലം നിയമ പോരാട്ടം നടത്തി നേടിയെടുത്ത വിജയം ആണ് നമ്മൾ വിട്ടുവീഴ്ച ആവശ്യപ്പെടുന്നത്. അപ്പം നമ്മൾ അവരോട് തേടുന്നത് ഔദാര്യമാണ്. കാന്തൂർ എപ്പിക്കർ മുസ്ലിയാർക്ക് ഇതിൽ പ്രത്യേകിച്ചൊന്നും ബെനിഫിറ്റ് ഇല്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതീക്ഷയൊക്കെ വാർത്ത നമുക്ക് കൊടുക്കാൻ കഴിയുമെന്നൊരു അത്രയും പ്രതീക്ഷയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ. നമ്മളെ കൂട്ടത്തിലുള്ള ആരെങ്കിലൊക്കെ, അതായത് ഇവിടെയുള്ള ഞങ്ങളാണ് ആളുകൾ എന്ന് പറയുന്ന ആളുകൾ മുടക്കിയാലല്ലാതെ ഇത് മുടങ്ങാനുള്ള ഒരു സാധ്യതയില്ല.